നമസ്കാരം. ഞാൻ ഡോക്ടർ ലിഷിത സുജിത്, മാനന്തവാടി പ്രാണ ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വന്ധ്യതയെ പറ്റിയാണ്. വന്ധ്യതയിലെ ആയുർവേദ സാധ്യതകളെ പറ്റിയാണ്. വന്ധ്യത എന്ന് പറയുന്നത് സാമൂഹികമായും മാനസികമായിട്ടും ദമ്പതികളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എപ്പോഴാണ് നമുക്ക് വന്ധ്യതാ ചികിത്സയ്ക്ക് ഒരു ഡോക്ടറെ കാണേണ്ടത്? ഒരു ശാരീരിക വിഷമങ്ങളൊന്നുമില്ലാത്ത ദമ്പതികളാണെങ്കിൽ 1 വർഷം വരെ ഒന്നിച്ച് താമസിച്ചതിന് ശേഷം കുട്ടികളില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണേണ്ടതുള്ളൂ. എന്നാൽ മറ്റ് പല പ്രശ്നങ്ങളും, പല രോഗങ്ങളുള്ളവരാണെങ്കിൽ, പുരുഷന്മാരിൽ ലൈംഗിക ശേഷിയിൽ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകളുള്ളവരാണെങ്കിൽ 3 മാസം മുതൽ 6 മാസം വരെ ശ്രമിച്ച ശേഷം കുട്ടികളുണ്ടാവുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. വന്ധ്യതാ ചികിത്സയിൽ എപ്പോഴും ഡോക്ടറെ കാണുമ്പോൾ പലർക്കുമുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്തോ പ്രത്യേക കുറവുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പലപ്പോഴും രോഗങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഡോക്ടറെ കാണേണ്ടി വരുന്നത്. വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ മുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വരെ വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ആയുർവേദത്തിൽ വന്ധ്യതാ ചികിത്സയിൽ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. വളരെ ഫലപ്രദമായി, വളരെ സക്സസ്ഫുൾ റേറ്റ് കൂടുതലുള്ള രീതിയിൽ ആയുർവേദ ചികിത്സ പുരോഗമിക്കുന്നുണ്ട്. പലപ്പോഴും ആയുർവേദ ചികിത്സയ്ക്ക് ആളുകൾ വരുന്നത് പല ചികിത്സകളും ചെയ്ത ശേഷം, എല്ലാത്തരം ചികിത്സകളും ചെയ്ത് അവസാനം ഒരു 30-35 വയസ്സാകുമ്പോൾ ഇനി ആയുർവേദം ചെയ്തേക്കാം എന്ന രീതിയിലാണ് ആയുർവേദത്തെ സമീപിക്കുന്നത്. പലപ്പോഴും അവസാന ചോയ്സായിട്ടല്ല, ആദ്യ ചോയ്സായിട്ട് തന്നെ ആയുർവേദത്തെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയും ചികിത്സയും എളുപ്പമാകും. ആയുർവേദത്തിൽ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും വന്ധ്യതാ ചികിത്സയ്ക്ക് വന്ധ്യതയ്ക്ക് കാരണമാകുന്ന PCOD, എൻഡോമെട്രിയോസിസ്, ആർത്തവ പ്രശ്നങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സയുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ സ്പെം കൗണ്ട് കുറവ്, ക്വാളിറ്റി കുറവ്, എല്ലാത്തിനും ആയുർവേദ ചികിത്സ ഫലപ്രദമായിട്ട് ചെയ്തു വരുന്നു. ഇത്തരം ആയുർവേദ ചികിത്സകൾ പോലും ഫലിക്കാത്ത ചില കൂട്ടർക്ക് പുതിയ ടെക്നോളജിയായ IVF, ICSI പോലെയുള്ള ചികിത്സകൾ നമ്മളും നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ ആ ചികിത്സകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആയുർവേദ ചികിത്സകളും പഞ്ചകർമ്മങ്ങളും ചെയ്ത രോഗികൾക്ക് അത്തരം ചികിത്സകളുടെ സക്സസ് റേറ്റ് വളരെ കൂടുതലായിട്ടും കാണാറുണ്ട്. വന്ധ്യതയുടെ കാര്യങ്ങൾ പറയുമ്പോൾ വന്ധ്യതാ ചികിത്സയിൽ ഒരുപാട് കള്ളനാണയങ്ങളുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. കേട്ടുകേൾവി മാത്രം കണ്ട് പലയിടത്തും പല മരുന്നുകളും ഒറ്റമൂലി എന്ന രീതിയിൽ കഴിച്ചു വരുന്നത് അപകടകരമാണ്. ചികിത്സ തേടുന്ന ഡോക്ടറുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നന്ദി, നമസ്കാരം.